സ്പിരിച്വൽ ലൈഫ് നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾ നോക്കിയും കണ്ട് സംസാരിക്കുക, നോക്കിയും കണ്ട് പെരുമാറുക. കാരണം എന്താ, അവർ ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാറിയിരിക്കുന്ന ആളുകളാണ്. അവരുടെ കൂടെയുള്ള എനർജി ഏത് ലെവലാണ് നമുക്ക് പറയാൻ പറ്റില്ല. ആ സ്പിരിച്വലായ ആളുകൾ തൊട്ട് കഴിഞ്ഞാൽ അവരായിരിക്കില്ല ചിലപ്പോൾ പ്രതികരിക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുന്ന എനർജി ആയിരിക്കും. അത് ആര് വേണമെങ്കിലും ആവാം. ഇപ്പോൾ കൂടോത്രം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ടോ മറ്റേതെങ്കിലും ലെവലിൽ നമ്മളൊരാൾ തകർക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ പവർ നമുക്ക് തിരിച്ചുപയോഗിക്കാം. അതൊരു അസ്ത്രമാണ്. അത് അത്രയും വർഷം നമ്മൾ സമ്പാദിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഭഗവാനെ വിളിച്ച് ഭഗവതിയെ വിളിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഊർജ്ജത്തെ നമ്മുടെ ശത്രുവിന് നേരെ നമുക്ക് പ്രയോഗിക്കാം. ശത്രുത മനോഭാവം നമുക്ക് വേണ്ട. പക്ഷേ ശത്രുവായിട്ട് തന്നെ കാണണം. ശത്രുവിനെ അല്ലെങ്കിൽ എന്ത് പറ്റും? റോഹിൻ ചേട്ടാ, സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ എല്ലാവരും ക്ഷമിക്കാൻ യോഗ്യതയുള്ളവരാണെന്നാണ് പൊതുവെ ഉള്ളൊരു വെപ്പ്. അതായത് സ്പിരിച്വൽ പേഴ്സൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാ കാര്യങ്ങളോടും ക്ഷമ വേണം, നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല, അങ്ങനെയൊക്കെ പലരും പല രീതിയിൽ ജഡ്ജ് ചെയ്യുന്നുണ്ട്. സത്യത്തിലൊരു സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ലൈഫിൽ ക്ഷമിക്കാനുള്ളതാണോ? സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത് നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവരോടും നമുക്ക് വേദന തരാൻ വരുന്നവരോടും ക്ഷമിക്കുന്നതല്ല. അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മരണത്തിലോട്ട് എത്തും. ഇപ്പം നമ്മളൊരാളെ ഉപദ്രവിക്കാൻ വരുന്നു, നമ്മളൊരാളെ തല്ലാൻ വരുന്നു, നമ്മളൊരാളെ കൊല്ലാൻ വരുന്നു, നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരാൾ വരുന്നു. നമ്മളവിടെ ക്ഷമിച്ചിട്ട് എന്താ കാര്യം?